രാജ്യത്ത് വിശ്വഗുരു സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇന്ധനക്കൊള്ള അതിതീവ്രമായി തുടരുകയാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇന്നത്തെ ക്രൂഡ് ഓയിൽ വില $70 ഒരു ബാരലിന്റെ പുറത്തേക്ക് വില ഇടിഞ്ഞിട്ടും കേരളത്തിൽ ഉൾപ്പെടെ പെട്രോൾ ഡീസൽ വില 107 രൂപയ്ക്കും 104 രൂപയ്ക്കും വിൽക്കുന്ന നിലയിലേക്ക് എത്തിച്ചിട്ട് അതിൽ നിന്ന് ₹1 കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. ഇത് ആരെ സഹായിക്കാനാണ്? ഒരു ബാരൽ എന്ന് പറഞ്ഞാൽ 159 ലിറ്റർ ക്രൂഡ് ഓയിലിനാണ് നിലവിൽ $70 കൂപ്പുകുത്തിയിരിക്കുന്നത്. ആ രീതിയിൽ വില കുറഞ്ഞിട്ടും നേരത്തെ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ എണ്ണവില കുത്തനെ ഉയർന്നു എന്നതിന്റെ പേരിൽ സംസ്ഥാനത്ത് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചത് കുറയ്ക്കാതെ ജനത്തെ കൊള്ളയടിക്കുന്ന ഒരു സമീപനം തുടരുകയാണ്. ഇത് എന്തുകൊണ്ട് കേരളത്തിൽ ചർച്ചയാകുന്നില്ല? കേരളത്തിലെ ജനങ്ങളുടെ പോക്കറ്റ് കൊള്ളയടിക്കാൻ കോർപ്പറേറ്റുകൾക്ക് ഇന്ധനക്കൊള്ളയിലൂടെ അവസരമുണ്ടാക്കി കൊടുത്തതിന് ശേഷം അതിലൂടെ കോടാനുകോടികൾ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പോക്കറ്റിൽ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോകുമ്പോഴും അതിന്റെ വില കുറയ്ക്കാൻ തയ്യാറാകാതെ വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ കുറഞ്ഞിട്ടും അതിനെ സംബന്ധിച്ച് ജനങ്ങളിലേക്ക് ബോധവൽക്കരണം എത്തിക്കാതെ ഈ കൊള്ളയ്ക്ക് രാജ്യത്തെ മാധ്യമങ്ങൾ കൂടി കൂട്ടുനിൽക്കുകയാണ്. 159 ലിറ്റർ എന്ന ഒരു ബാരൽ അതിന് $70 ആകുമ്പോൾ $1 ഇന്ത്യൻ മണി വെച്ച് നോക്കുമ്പോൾ ഇന്ന് 94 രൂപയാണ്. $1 94 രൂപയും ചില്ലറ പൈസയും കൊടുക്കേണ്ടി വരും. ആ നിലയ്ക്ക് നോക്കുമ്പോൾ പോലും $100 തികച്ചാകുന്നില്ല. അതായത് 9,000 രൂപ പോലും തികച്ചാകാത്ത ക്രൂഡ് ഓയിൽ ഇന്ത്യയിലെത്തി സംസ്കരിച്ച് ജനങ്ങൾക്ക് പെട്രോളും ഡീസലുമായി വിതരണം ചെയ്യുമ്പോൾ ആരെ സേവിക്കാനാണ് ഈ കാട്ടുകൊള്ള അരങ്ങേറുന്നത്? അങ്ങനെ ഒരു കാട്ടുകൊള്ള അരങ്ങേറുമ്പോഴും പെട്രോൾ ഡീസൽ വിലയിൽ ഈ നാട്ടിലെ ജനങ്ങളെ അധികാരമേൽപ്പിച്ചവർ തന്നെ കോർപ്പറേറ്റുകളെ കൊണ്ട് കൊള്ളയടിക്കുമ്പോൾ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിനെതിരെ ശബ്ദമാകാൻ പോലും അനുവദിക്കാത്തൊരവസ്ഥ. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ മറവിൽ വില കുത്തനെ കൂട്ടിയപ്പോൾ 107 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുമ്പോൾ നിലവിലെ വിലയുടെ സാഹചര്യത്തിൽ 100 രൂപയ്ക്ക് താഴെ മിനിമം 10 രൂപയോളം പെട്രോളിനും ഡീസലിനും കുറയ്ക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. എന്നിട്ടും അത് ചെയ്യാതെ ഓരോ ലിറ്ററിന്റെ പുറത്തും ഏകദേശം 50 രൂപ അടുപ്പിച്ച് ലാഭമുണ്ടാക്കി കൊണ്ടുപോകുന്ന ഈ അവസ്ഥ, ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത, ഈ രാജ്യത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവിത ചിലവ് വർദ്ധിക്കുന്ന സന്ദർഭത്തിലും അതിൽ യാതൊരു ഇടപെടലും നടത്താതെ കിട്ടിയ അവസരത്തിൽ ജനങ്ങളുടെ പോക്കറ്റ് കൊള്ളയടിക്കാൻ ഇന്ധന വില വർദ്ധിപ്പിച്ച് കോർപ്പറേറ്റുകളെ സഹായിച്ചതിന് ശേഷം അതിൽ നിന്ന് കുറയ്ക്കാതെ വീണ്ടും വീണ്ടും ഈ നാട്ടിലെ സാധാരണക്കാരന്റെ കാശ് അംബാനിമാരുടെയും അദാനിമാരുടെയും പോക്കറ്റുകളിലേക്ക് നിറച്ചു കൊടുക്കുന്ന ഈ നീചമായ പ്രവൃത്തിയിൽ ജനവികാരം ഉയർന്നു വരേണ്ടതുണ്ട്. ശക്തമായ പ്രതിഷേധം ഇതിനെതിരെ നടത്തേണ്ടതുണ്ട്.